ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. ദൈവം അബ്രാമിനോട് അരുളി ചെയ്തു, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന നാട്ടിലേക്ക് പോകുക. അബ്രഹത്തിന്റെ ഒരു ആത്മീയ ശൂന്യത നോർത്ത് നോക്കിക്കേ. ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. വീട് വിട്ടു, നാട് വിട്ടു, കൂട് വിട്ടു, സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം കടലാസ് പൂക്കൾ പോലെ വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന്റെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ ഒരു സാന്നിധ്യം തത്തിക്കളിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് എല്ലാം വിട്ടൊരു ഓട്ടം, ഒരു നെട്ടോട്ടം. ലോകം മൂക്കത്ത് കൈവച്ച് കാണും, എന്തൊരു മലമണ്ടൻ, എന്തൊരു മണ്ടൻ. പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ലാഞ്ഞപ്പോഴും തന്റെ വിരലിന്റെ മുമ്പിൽ ഒരു സാന്നിധ്യം ചലിക്കുന്നത് കാണാൻ കഴിഞ്ഞ ആത്മീയ ജ്ഞാനിയാണ് അബ്രഹാം. നമുക്ക് ഇന്ന് ദൈവസാന്നിധ്യം തേടാൻ പറ്റാത്തതിന്റെ കാര്യം നാം എല്ലാത്തിനെയും ചേർത്ത് കെട്ടിപ്പിടിച്ചിരിക്കുക. ഒന്നും വിട്ടുകൊടുക്കാത്ത മനുഷ്യൻ. ഞാൻ ഒന്നും വിട്ടുകൊടുക്കത്തില്ല, പക്ഷെ എനിക്കെല്ലാം വേണം. നീ നിന്റെ ബന്ധുക്കളെയും പിതൃഭവനത്തെയും സ്വന്തമായുള്ളതിനെയെല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ ചൂണ്ടുവിരലിൽ തത്തിക്കളിക്കുന്ന ഒരു മഹാസാന്നിധ്യമുണ്ട്. ഇറ്റ് സർപാസസ് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. എല്ലാത്തിനെയും അതിജീവിക്കുന്ന ആ സാന്നിധ്യം ഉൾക്കണ്ണാലെ കാണാതെ നമ്മളാരും ഒന്നും ഉപേക്ഷിക്കാനും പോകുന്നില്ല, ഒന്നും നേടാനും പോകുന്നില്ല. കർത്താവിന്റെ സാന്നിധ്യം വിരൽത്തുമ്പിൽ, നമ്മുടെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ ഒരു സാന്നിധ്യം ചലിക്കുന്നത് കാണാൻ കഴിയുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ കഴിയുന്നവൻ കണ്ണീരിനപ്പുറം, ക്ലേശങ്ങൾക്കപ്പുറം, ഭാരങ്ങൾക്കപ്പുറമുള്ള ഒരു ലോകം ഇന്നേ കാണുന്നുണ്ട്.